നമ്മള് വീണ്ടും എത്തിയേക്കാണ് കുറെ നാളുകൾക്ക് ശേഷം. ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ടാവും പുതിയ വീഡിയോ. എല്ലാരും ചോദിക്കുന്നുണ്ട് പുതിയ വീഡിയോയുടെ അപ്ഡേറ്റ് എന്താ വേറെ അപ്ഡേറ്റ് ഒക്കെ എല്ലാം തരാം. കുറച്ച് തിരക്കായിരുന്നു, കാരണം ഞങ്ങളുടെ റൂമൊക്കെ ഷിഫ്റ്റായി പുതിയ സ്ഥലത്തോട്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഇതിലാണ്. ഇത് കേൾക്കാൻ പറ്റുന്നൊന്നും അറിയില്ല, ട്രാമിലായിരിക്കുന്നത്, ഭയങ്കര നോയ്സാണ്. അതെ നമ്മുടെ അവിടെ ഇസ്മയിലൊക്കെ ഉണ്ട്. ഇസ്മയിലിക്ക നിങ്ങളുടെ ഫാൻസിന് ഹായ് പറ. കോട്ടയം നന്മകൾ. എന്തോ കോട്ടയം ഗൈസ്, ഇതാണ് ഇവിടുത്തെ ട്രാം. വലിയ ആളൊന്നുമില്ല ഇതിനകത്ത്. പുതിയ ട്രാമുണ്ട്, പഴയ ട്രാമുണ്ട്. ഇത് ഈ റൂട്ട് ഓടുന്നതെല്ലാം പഴയ ട്രാമാണ് കേട്ടോ. അപ്പം അതിൻ്റെതായ ഇതുണ്ട്. ഞങ്ങള് കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പൊ എല്ലാരും കുറെ ദിവസമല്ല, 2 മാസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എന്താ കാര്യം, തിരക്കായിരുന്നു. എല്ലാരും ചോദിക്കുന്നുണ്ട് ഗൈസ്, എല്ലാരും മെസ്സേജ് ഇടുന്നുണ്ട് പുതിയ വീഡിയോ ഇടണം അല്ലേ. പുതിയ വീഡിയോ ഇടാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലീവ്. ഞങ്ങൾക്ക് എയർപോർട്ടാണ്ട് 24 മണിക്കൂറും ഡ്യൂട്ടി വർക്ക് കാര്യം. ഒരാളുള്ളപ്പോ ഒരാളില്ല, അടുത്ത ആളുള്ളപ്പോ അടുത്ത ആളില്ല. ഇപ്പൊ എനിക്ക് ഇവന് ഒരുപോലെ ഒരു ലീവ് വന്നുകൊണ്ടാണ് ഇപ്പൊ ഈ മാസം ഡ്യൂട്ടിക്ക് പോകാം. ഇതൊക്കെയാണ് ഇവിടത്തെ റോഡുകൾ എന്ന് പറയുന്നത്. റോഡല്ല, എന്തുവാ പിന്നെ വേറൊരു അടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് മാറ്റിക്കളഞ്ഞു, പുതിയ വേറൊരു സ്ഥലത്തോട്ടാക്കി. അപ്പൊ ഇതിന്റെ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് എയർപോർട്ടിലേക്ക് 1.5 മണിക്കൂറുണ്ട് വൺ സൈഡ്. സംഭവം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ കാണാൻ പറ്റും. കാറിൽ പോവുകയാണെങ്കിൽ 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ 7-8 മിനിറ്റിൽ ഞങ്ങൾക്ക് എയർപോർട്ട് എത്തും. പക്ഷെ ഡയറക്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ആക്സസേ ഉള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ടേ ഉള്ളൂ രക്ഷ. അല്ലെങ്കിൽ പിന്നെ നൈറ്റ് 12 മണി തൊട്ട് വെളുപ്പിന് 5 മണി വരെ ആണെങ്കിൽ ടാക്സി ആക്സസ് ചെയ്യാം. അത് ഫ്രീ ആവും. കമ്പനിയാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. രാത്രി 12 ടു രാവിലെ മോർണിംഗ് 5 o'clock വരെ. 5 o'clock വരെ ആണെങ്കിൽ ഞങ്ങൾക്ക് മെട്രോ തൊട്ടടുത്ത് നമുക്ക് ഇല്ലേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എയർപോർട്ട് കാണാൻ പറ്റും. ഒരു കട്ടിങ് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവായിരുന്നു. ചിലപ്പോൾ പറ്റുമെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ 50-50 ചാൻസ്. ഇനിയിപ്പം പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഓണം വരും. ഓണത്തിന് മിക്കവാറും പരിപാടി. ഓണത്തിന് ഞങ്ങൾ മിക്കവാറും ഓണത്തിന് മുമ്പ് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ടോ, നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ. സോഫിയയിലാണെങ്കിൽ അടിച്ചു പൊളിക്കാം. സോഫിയയിലാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അവിടെ ദ്വീപിലുള്ള പയ്യന്മാരൊക്കെ ഉണ്ട് വല്ലത്. അപ്പം അവരെ നമുക്ക് ക്ഷണിക്കണം. എല്ലാവരും അറിയാവുന്നവരെല്ലാവരും നമ്മളെ വിളിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യണം അല്ലേ, ഒരു ദിവസം അല്ലേ. എന്നാലും അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും തോന്നുന്നു. ശ്രമിക്കുന്നുണ്ട്. മെസ്സേജ് ഒക്കെ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വീഡിയോ മാത്രമേ ഇടാൻ പറ്റാത്ത. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. പുറം കാണിപ്പോ മടുപ്പല്ലേ. ഇതൊക്കെയാണ് ബൾഗേറിയ. ഇതിവിടെ സിറ്റി ആയോണ്ടോ ഇത്ര ഇങ്ങനെ സെറ്റപ്പ് ഉള്ളത് കേട്ടോ. നമുക്ക് ഇനിയിപ്പോ വെളുപ്പിന് നാളെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ 5 മണി കിടന്നു. പിന്നെ എയർപോർട്ടില് അടിപൊളിയല്ലേ. ജോലി വലിയ പ്രശ്നമൊന്നും നമുക്ക് ഇതേ ഉള്ളു. ഞങ്ങൾക്ക് ട്രാവലിന്റെ ഇഷ്യൂ മാത്രമേ. ജോലി നൈസാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ വീഡിയോ അപ്പാർട്ട്മെന്റ് വീഡിയോ ഡ്രോൺ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അപ്പാർട്ട്മെന്റ് വീഡിയോ. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എല്ലാരും ചോദിക്കും. കുറച്ച് ആണ്ട് ബ്രോ ഷവർമ്മക്കട ഉണ്ടോ നമ്മുടെ നാട്ടിലെ ഷവർമ്മയായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി കാണിച്ചോളൂ. ഷവർമ്മക്കട ഇവിടെ ഡോണർ എന്ന് പറയാം ഷവർമ്മയ്ക്ക്. ഹലോ, ഞങ്ങളാണ്ട് വന്നോണ്ടിരിക്കുക ഭയങ്കര ബിസിയാട്ടോ. ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ശരി. അപ്പോൾ പറഞ്ഞു വന്നത് അടുത്ത വർഷം എന്തായാലും 1-ാം തീയതി തൊട്ട് യൂറോ ഇവിടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ മെട്രോ എല്ലാം ഉണ്ട്. മെട്രോ എല്ലാം അടിച്ചിട്ടുണ്ട്. അതായത് €1 എന്ന് പറയുന്നത് ഇവിടുത്തെ 1.9 അങ്ങനല്ലോ 1.95 BGN.
അതായത് ഏകദേശം 2 കൂട്ടിക്കോ. അപ്പം ഇവിടെ അതിനനുസരിച്ച് ഇവിടെ ഭയങ്കര സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? താല്പര്യമില്ല നമ്മളെ ബിലാൽ. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഞങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ കയറുമ്പോൾ എത്ര ആവുന്നുള്ള ഒരു ഐഡിയ. എനിക്ക് തോന്നുന്നു വലിയ ചെലവൊന്നും ഇല്ല. മീറ്റ് ചെയ്തൊക്കെ നമ്മൾക്ക് ഫുഡ് കാർഡിനകത്ത് നമുക്ക് ആവുന്നില്ല അല്ലേ? നമ്മൾ അതിന്റെ ഉള്ളിലെ എക്സ്പെൻസ് എഴുതുന്നുള്ളൂ. പിന്നെ നമ്മൾ അധികം ചെലവ് നമ്മൾ വേറെ എന്തെങ്കിലും സാധനം വാങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയേ ഉള്ളൂ അല്ലേ? അല്ലാതെ നമ്മളാണ്ട് സോഫിയ മാളിലാണ് ഞങ്ങൾ സൊല്യൂഷൻ ഇപ്പൊ കണ്ടെത്തിയ ശുഭദിനം. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ഒരാള് മറ്റേ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പെട്ടെന്ന് പോകാൻ പറ്റുന്ന സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സൊല്യൂഷന് കണ്ട് ഞങ്ങള് എമ്മയുടെ സ്റ്റോറി ഇട്ടുവാണ്. സാധനം ഇപ്പൊ കാണിച്ചു തരാം, നോക്കൂ ഗൈസ്. അതാണ് ആശിക്കേ കാച്ചി നോക്ക് ഗൈസ്. അങ്ങനെ സാധനം വാങ്ങിച്ചോണ്ട് പോവാണ് ബൾഗേറിയനിലെ ഏതോ ഒരു NH ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ് ഗൈസ്. പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ വരുന്ന വഴിക്ക് വെച്ച് കാണാം. ഇതിനകത്ത് വലിയ കണ്ടന്റോ കാര്യമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, അറിയില്ല. ജസ്റ്റ് കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, എല്ലാവരുടെ ഒരു ഇത് വെച്ച് നമ്മളൊരു വീഡിയോ ഇട്ടതാണ്. അപ്പം എന്താ ഇനി നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് കാണും. വീക്കിലി ആയിരിക്കും, ചില വീക്കിലി 2 വീഡിയോ 3 വീഡിയോ വെച്ചായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പം ബാക്കി നമുക്ക് കാണാം. ഇത് എന്തായാലും അസംബിളൂടെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഉണ്ട്. Close till I get up. Time is barely on our side. I don't wanna waste what's left. Guys, ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ സാധനം, സൊല്യൂഷൻ. ഒരു രക്ഷയില്ല കേട്ടോ. മലക്കും ഇതിന്റെ ടോപ്പ് സ്പീഡ് 25 km/h. പിന്നെ എത്ര ഡിസ്റ്റൻസ് 60 km റേഞ്ചാണ്. ഇതിൽ ബൾഗേറിയയിൽ വന്നിട്ട് 1200 ബൾഗേറിയൻ കറൻസി, അങ്ങനെ പറ 1199. ഏകദേശം നല്ലൊരു ഫണ്ടായി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്കിപ്പോ ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് പോകാൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. എയർപോർട്ടിൽ പോകാൻ നമുക്ക് ഒരു 20 മിനിറ്റ്സ് മതിയായിരിക്കും മാക്സിമം അല്ലേ? പിന്നെ ഫുൾ ചാർജ് ആവാൻ 9 hour ആണ്. 0 to ഫുൾ ആവാൻ 9 hours ആണ് ഫുൾ ചാർജ് എടുക്കാൻ. ഫ്രണ്ട് ബാക്ക് സസ്പെൻഷൻ ഉണ്ട്. അടിപൊളി, പുള്ളി ഓടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 വർഷത്തെ വാറന്റി ഉണ്ട് ബൾഗേറിയയില് ഷോമിയുടെ. 5 കിലോമീറ്റർ സ്പീഡ് ആവണം. ഓക്കെ. ഇക്ക എങ്ങനെയുണ്ട് യൂസർ എക്സ്പീരിയൻസ്? ലൈറ്റ് ഒക്കെ ഉണ്ട്, അടിപൊളി. നൈറ്റ് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ലൈറ്റ് അങ്ങനെ ഓപ്ഷനും ഉണ്ട്, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ഉണ്ട് ഗൈസ്, സൈഡ് ഇൻഡിക്കേറ്റർ, എല്ലാ പരിപാടിയും ഉണ്ട്. താഴെ മറ്റേ വെളിച്ചം. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താ പറയാ, ഞങ്ങൾ ഇന്നലെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ലേറ്റ് ആയി പോയി. വന്ന വിശപ്പും കാരണം നമ്മൾ കിടന്ന് ഫുഡ് ഉണ്ടാക്കി കിടന്ന് ഉറങ്ങിപ്പോയി, സമയം കിട്ടിയില്ല. അപ്പം അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളെന്തായാലും ഉറപ്പായിട്ടും ആന്ധ്രയിൽ എന്തോ പറഞ്ഞു കേട്ടോ, കാര്യമായിട്ട് മനസ്സിലായില്ല. അപ്പം നമ്മൾ എന്തായാലും നിങ്ങൾ സ്റ്റേറ്റ് കൊണ്ടായിട്ടിരിക്കും. നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും ഉടനെ അപ്ലോഡ് ചെയ്യും. അല്ലടാ? പിന്നെ ഏജൻസിയുടെ കാര്യം കുറച്ചൊരു കമന്റ് ചോദിക്കുന്നുണ്ട്. അത് ഇൻബോക്സിൽ വന്നാൽ ഞങ്ങൾ പറയുന്നതാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏജൻസി, ഞങ്ങൾ വന്ന ഏജൻസി ഏതാണ് പറയുന്നതായിരിക്കും. പിന്നെ എന്നതാ പറയണോ? അത് പറയാം. അപ്പോൾ എന്നതാ, അപ്പം എന്തായാലും വീഡിയോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം മാക്സിമം. അതെ, ഒരു സമയം കിട്ടാത്ത നമ്മളിപ്പോ ജോലി സ്ഥലത്ത് നിന്നുണ്ട്, അതാ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പം ഇത് എയർപോർട്ടിന്റെ അകത്ത്. അപ്പൊ എന്നതാ, അപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.